എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം. ഇതിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതെനിക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. കാലാവസ്ഥ സവിശേഷതയിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാലാവസ്ഥ മേഖലകൾ എന്നാണ്. നമ്മുടെ ഒരു നാട്ടില് ഇപ്പം 2 ടൗണുകളിലായിട്ട് 2 സുഹൃത്തുക്കൾ ജീവിക്കുന്നുണ്ട്. അവിടെ രണ്ടിടത്തും ഒരേ തലത്തിലുള്ള കാലാവസ്ഥാ സവിശേഷതകളാണ് ഉള്ളതെങ്കിൽ അവ രണ്ടും ഒരേ കാലാവസ്ഥ മേഖലകളിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാലാവസ്ഥാ സവിശേഷതയിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഒരു കൂട്ടം ഭൂവിഭാഗത്തെ നമുക്ക് കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയാം. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള മനുഷ്യവർഗമാണ് പിഗ്മികൾ. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ ഇരുണ്ട നിറമുള്ള മനുഷ്യവർഗം പിഗ്മികൾ. പിഗ്മികളുടെ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ്. പിഗ്മികള് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് താമസിക്കുന്നത്. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം മരച്ചീനിയാണ്. കസാവ് എന്നും മരച്ചീനിയെ പറയാറുണ്ട്. പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം മരച്ചീനി. വനങ്ങളിൽ വസിക്കുന്ന മലേഷ്യയിലെ ജനവിഭാഗമാണ് സെമാങ്ങുകൾ. വനങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന മലേഷ്യയിലെ ഒരു ജനവിഭാഗമാണ് സെമാങ്ങുകൾ എന്ന് പറയുന്നത്. വനങ്ങളിൽ വസിക്കുന്ന ഇന്തോനേഷ്യയിലെ ജനവിഭാഗമാണ് ദയാക്ക്, കുബു എന്നിവ. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് മലേഷ്യയിലാണ്. മലേഷ്യയിലാവുമ്പോൾ സെമാങ്ങുകളാണ്. ഇനി നമ്മൾ ഇന്തോനേഷ്യയിലെ വനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വസിക്കുന്ന ജനങ്ങളാണ് ദയാക്ക്, കുബു. വനങ്ങളിൽ വസിക്കുന്ന ഇന്തോനേഷ്യയിലെ ജനവിഭാഗമാണ് ദയാക്ക്, കുബു എന്നിവ. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലകൾ അറിയപ്പെടുന്നത് മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മേഖല അറിയപ്പെടുന്നത് മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഇതിന്റെ നടുക്ക് ഭൂമധ്യരേഖയുണ്ട്. ഇവിടെ ഒരു 10 ഡിഗ്രി, ഇവിടെ ഒരു 10 ഡിഗ്രി. അപ്പൊ ഈ ഒരു മേഖലയുണ്ടല്ലോ, ഈ 2 10 ഡിഗ്രിക്ക് ഇടയിലുള്ള ഈ ഒരു മേഖല, ഈ മേഖലയാണ് നമ്മൾ ഈ പറയുന്ന മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതാണ് ഈ ഒരു മധ്യരേഖ കാലാവസ്ഥയായിട്ട് വരുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന കാഠിന്യമേറിയ മരങ്ങൾക്ക് ഉദാഹരണമാണ് മഹാഗണി, എബണി, റോസ്വുഡ് എന്നിവ. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന കാഠിന്യമേറിയിട്ടുള്ള മരങ്ങൾക്ക് ഉദാഹരണമാണ് മഹാഗണി, എബണി, റോസ്വുഡ് എന്നിവ. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ മധ്യരേഖയിലെ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങൾ അറിയപ്പെടുന്നത് മധ്യമേഖല നിത്യഹരിത വനങ്ങൾ എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത, മഴയും സൂര്യപ്രകാശവും ഇവിടുത്തെ വനങ്ങളിൽ ലഭിക്കാറുണ്ട്. ഈ കാരണം കൊണ്ട് മരങ്ങൾ ഇവിടെ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഇവ അറിയപ്പെടുന്നത് മധ്യമേഖല നിത്യഹരിത വനങ്ങൾ എന്നാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്
തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം ഈ ഭാഗത്താണ്. മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും ഈ ഭാഗത്താണ്. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം പറയാം, മലേഷ്യ പറയാം, ഇന്തോനേഷ്യ പറയാം. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന കുരങ്ങു വർഗങ്ങളാണ് ലമർ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടൻ. അപ്പൊ ഈ ഒരു മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന കുരങ്ങു വർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാല് അത് ലമർ, ആൾക്കുരങ്ങുകൾ, ഒറാങ്ങുട്ടൻ എന്നിവയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ആൾക്കുരങ്ങുകളുണ്ട്, ലമറുണ്ട്, ഒറാങ്ങുട്ടനുണ്ട്, ചീങ്കണ്ണികൾ ഇവിടെ കാണപ്പെടും, ഇഴജന്തുക്കൾ ഉണ്ടാവും, നീർക്കുതിരയുണ്ട്, വേഴാമ്പല്, തത്ത തുടങ്ങിയവയും ഉണ്ട് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആമസോൺ നദി സ്ഥിതി ചെയ്യുന്ന വൻകര തെക്കേ അമേരിക്കയാണ്. PSC 1 മാർക്ക് ചോദ്യമാണ്. ആമസോൺ നദി ഏത് വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ആമസോൺ നദീതടം. ആമസോൺ നദീതടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇവിടെ ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള മഴക്കാടുകൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ കാണപ്പെടുന്ന നദീതടമാണ് ആമസോൺ നദീതടം എന്നുള്ളത് ഓർത്തിരിക്കുക. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന രാജ്യങ്ങളാണ് ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയവ. അപ്പൊ ഈ ഒരു നമ്മുടെ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രസീല്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയവയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉഷ്ണമരുഭൂമിയുടെ സ്ഥാനമാണ്. 2 അർദ്ധഗോളങ്ങൾക്കിടയിലും 20 to 30 അതിൽ 20 to 30 ആണ് ഓർത്തിരിക്കേണ്ടത് വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ഒരു ഉഷ്ണമരുഭൂമി കാണുക. അപ്പൊ നമ്മൾ അതൊരു ചിത്രത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക. ഇത് ഭൂമധ്യരേഖയാണ്. ഇവിടെ ഒരു 20 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 20 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത്, ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കേട്ടോ, ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും എന്ത് കാണുക, നമ്മുടെ ഉഷ്ണമരുഭൂമി കാണാം. ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ഇത് 20, ഇത് 30 എന്തായിരിക്കും, ഇത് 20 ആയിരിക്കും. ഇവിടെയും ഇത് 30, അതിന്റെ താഴെയായിട്ട് ഒരു 20 ആയിരിക്കും. മൗസിൽ ഇങ്ങനെ വരയ്ക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചിത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നത്. ഉഷ്ണമരുഭൂമിയുടെ സ്ഥാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരയുടെ പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ് നമുക്ക് ഉഷ്ണമരുഭൂമി കാണാൻ കഴിയുന്നത്. ഉഷ്ണമരുഭൂമികൾക്ക് ഉദാഹരണമാണ് കലഹാരി, സഹാറ, അറേബ്യ തുടങ്ങിയവയൊക്കെ. കലഹാരി മരുഭൂമിയിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരാണ് ബുഷ്മൻ. കലഹാരി മരുഭൂമിയിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാർ ബുഷ്മൻ. കലഹാരി മരുഭൂമിയിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാർ ബുഷ്മൻ. പശ്ചിമ സഹാറയിൽ വസിക്കുന്ന ജനവിഭാഗമാണ് ത്വാറഗ്. പശ്ചിമ സഹാറയിൽ വസിക്കുന്ന ജനവിഭാഗം ത്വാറഗ്. പശ്ചിമ സഹാറയിൽ വസിക്കുന്ന ജനവിഭാഗമാണ് ത്വാറഗ്. അറേബ്യൻ മരുഭൂമിയിൽ വസിക്കുന്ന ജനവിഭാഗമാണ് ബെഡോയിൻ. അറേബ്യൻ മരുഭൂമിയിൽ വസിക്കുന്ന ജനവിഭാഗമാണ് ബെഡോയിൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ കലഹാരി മരുഭൂമിയിൽ ബുഷ്മൻ ഉണ്ട്, പശ്ചിമ സഹാറയില് തൊറാങ് എന്ന വിഭാഗമാണ് താമസിക്കുന്നത്. ഇനി അറേബ്യയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബെഡോയിൻ എന്ന വിഭാഗമാണ് അവിടെ താമസിക്കുന്നത്.
ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങളാണ് അക്കേഷ്യയും കള്ളിമുൾ ചെടികളും. ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് അക്കേഷ്യ, കള്ളിമുൾ ചെടികൾ എന്നിവ. ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുവർഗങ്ങളാണ് ഒട്ടകം, കഴുത, കുറുക്കൻ, കുതിര, തേള്, പാമ്പുവർഗങ്ങൾ, പള്ളി. ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുവർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടകം, കഴുത, കുറുക്കൻ, കുതിര, തേൾ, പാമ്പുവർഗങ്ങൾ, പല്ലി എന്നിവയാണ്. ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധികളാണ് വേട്ടയാടലും കന്നുകാലി വളർത്തലും. ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധികളാണ് വേട്ടയാടലും കന്നുകാലി വളർത്തലും. ഉഷ്ണമരുഭൂമികളിലെ ജനവിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണമാണ് മാംസം, പാല്, തിനവിലകൾ, ഈന്തപ്പഴം. ഉഷ്ണമരുഭൂമികളിലെ ജനവിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം എന്നിവയാണ്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ മരുപ്പച്ച അല്ലെങ്കിൽ ഒയാസിസ് എന്ന് പറയാം. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെ നമ്മൾ പറയുന്നത് മരുപ്പച്ച അല്ലെങ്കിൽ ഒയാസിസ് എന്നാണ്. മരുഭൂമികളിലെ ജലലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളെ പറയുന്നത് മരുപ്പച്ച അല്ലെങ്കിൽ ഒയാസിസ്. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം എന്ന് ഓർത്തിരിക്കുക. നൈൽ നദീതടത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലാണ് കൃഷി, കന്നുകാലി വളർത്തൽ. നൈൽ നദീതടത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചാൽ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയാണ്. നൈൽ നദീതടത്തിലെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി. നൈൽ നദീതടത്തിലെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി എന്നിവ. നൈലിന്റെ ദാനം PSC 1 മാർക്ക് ചോദ്യം, നമ്മൾ കേട്ടുമടുത്തിട്ടുള്ള ചോദ്യം, ഈജിപ്ത്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത്. ഈജിപ്തിന്റെ ജീവരക്തം വിശേഷിപ്പിക്കുന്ന നദിയാണ് നൈൽ നദി. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് നൈൽ നദി. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം എന്ന ജീവിയാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകം എന്ന ജീവി. മരുഭൂമി നിവാസികളുടെ വസ്ത്രരീതികളുടെ പ്രത്യേകത ആടുജീവിതം സിനിമകളൊക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രം, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം. മരുഭൂമി നിവാസികൾ അവിടെ ചൂടായതുകൊണ്ട് തന്നെ അവര് ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രവും മുഖം മറയ്ക്കുന്ന സ്ഥിരോവസ്ത്രവും ഒക്കെയാണ് ഇടുക. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങൾ. PSC 1 മാർക്ക് ചോദ്യം, നമ്മൾ 5ാം ക്ലാസ്സിലും പറഞ്ഞതാണ് ഇഗ്ലു. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലു എന്ന് ഓർത്തിരിക്കുക. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളുടെ വടക്കുഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളുടെ വടക്കുഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇഗ്നൂട്ടുകൾ എന്ന വിഭാഗം. ഇന്യൂട്ടുകളുടെ പ്രധാന ജീവിതോപാധിയാണ് മൃഗവേട്ട, മത്സ്യബന്ധനം എന്നിവ. ഇന്യൂട്ടുകളുടെ പ്രധാനപ്പെട്ട ജീവിതോപാധികൾ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് മൃഗവേട്ടയും മത്സ്യബന്ധനവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ. അപ്പൊ അവര് വേനൽക്കാലത്ത് കൂടുതലായിട്ടും വേട്ടയാടിയിരുന്ന മൃഗങ്ങളാണ് സീല്, റെയിൽഡിയർ, ഹിമക്കരടി. ഇന്യൂട്ടുകൾ വേനൽക്കാലത്തെ വേട്ടയാടിയിരുന്ന മൃഗങ്ങളാണ് സീല്, റെയിൻഡിയർ, ഹിമക്കരടി എന്നിവ. ഇന്യൂട്ടുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന നായ്ക്കൾ വലിക്കുന്ന വണ്ടിയുടെ പേരാണ് സ്ലെഡ്ജ്. അപ്പൊ ഇന്യൂട്ടുകൾ സഞ്ചരിച്ചിരുന്നത് നായ്ക്കൾ വലിക്കുന്ന ഒരു വണ്ടിയിലാണ്. ഈ വണ്ടിയെ വിളിച്ചിരുന്ന പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്ലെഡ്ജ് എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖല അറിയപ്പെടുന്നത് തുന്ദ്ര മേഖല എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് തുന്ദ്ര മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖല തുന്ദ്ര മേഖലയാണ്. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപം 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ എപ്പോഴും നല്ല തണുത്തിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ 15 ഡിഗ്രിയൊക്കെ ഏറ്റവും മാക്സിമം താഴെ പോകാറുള്ളൂ. അതും വയനാട് ജില്ലയിലൊക്കെ, വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലയിലൊക്കെ ആയിരിക്കും. അത് തന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല. തുന്ദ്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന താപം 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. തുന്ദ്ര കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്കയാണ്. തുന്ദ്ര കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് എന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. തുന്ദ്ര മേഖലയിലെ സസ്യവർഗങ്ങളാണ് പായൽ, പന്നൽ എന്നിവ. തുന്ദ്ര മേഖലയിലെ സസ്യവർഗങ്ങളാണ് പായല്, പന്നൽ എന്നിവ. ഭൂമിയിലെ പ്രധാനപ്പെട്ട താപീയ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല എന്നിവയാണ്. ഭൂമിയിലെ താപീയ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ശൈത്യമേഖല, മിതോഷ്ണ മേഖല, ഉഷ്ണമേഖല എന്നിവയാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.